മലപ്പുറം കാളികാവ് ആളെക്കൊല്ലി കടുവയെ പിടികൂടാൻ കരുവാരക്കുണ്ടിൽ കൂടുതൽ ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചു. ഇന്ന് 2 ഇടങ്ങളിലാണ് കടുവയെ കണ്ടത്. ക്യാമറയിലാണ് ദൃശ്യം പതിഞ്ഞത്. സുൽത്താന എസ്റ്റേറ്റിന് മേൽഭാഗത്തായി ഇന്നലെ സ്ഥാപിച്ച ക്യാമറയിൽ കടുവയുടെ ദൃശ്യം പതിഞ്ഞിരുന്നു. മദാരിക്കുണ്ട് ഭാഗത്ത് കൂടും ലൈവ് ക്യാമറയും സ്ഥാപിച്ചു. എന്തായാലും കൂടുതൽ ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചുകൊണ്ട് കടുവയെ പിടിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. അതേസമയം തന്നെ ആ സ്ഥലത്ത് കടുവയുടെ സാന്നിധ്യം തെളിയിക്കുന്ന തരത്തിൽ ദൃശ്യങ്ങളും വരുന്നു. ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് കൂടുതൽ പരിശ്രമം കടുവയെ പിടിക്കാനായി ഇപ്പോൾ നടക്കുന്നത്. CB അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, കൂടുതൽ ഇടങ്ങളിൽ കൂടുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കടുവയെ പിടികൂടാനായി നടക്കുന്നതെന്ന് മനസ്സിലാകുന്നു. അതേസമയം തന്നെ പലയിടങ്ങളിൽ നിന്നും ദൃശ്യങ്ങളും ലഭിക്കുന്നുണ്ട് ഈ കടുവയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്ന തരത്തിൽ. എങ്ങനെയൊക്കെയാണ് പ്രവർത്തികൾ? രേണുക, ദൗത്യം ഇപ്പോൾ അതീവ ദുഷ്കരമായ ഇടത്താണ് പുരോഗമിക്കുന്നത്. കാട് മൂടി ചെങ്കുത്തായ മലയുടെ ഒരു വശത്താണ് ദൗത്യസംഘം ഇപ്പോഴുള്ളത്. ആർത്തല ചുവന്നുകുന്ന് ഭാഗം എന്ന മേഖല കേന്ദ്രീകരിച്ചാണ് ഈ കടുവയെ കണ്ടതായിട്ടുള്ള വിവരം ദൗത്യസംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവിടേക്ക് കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ മുഴുവൻ നടക്കുന്നത്. പക്ഷേ ഇവിടെയും നേരിടാൻ പോകുന്ന പ്രതിസന്ധി കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ദൗത്യസംഘം ഉണ്ടായിരുന്ന അതേ സ്വഭാവമുള്ള ഭൂപ്രകൃതിയാണ് ഇവിടെയും. രാത്രി ഇരുട്ടിക്കഴിഞ്ഞാൽ എത്രമാത്രം ഈ ദൗത്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയാനാകില്ല. അതുപോലെ തന്നെ ചെങ്കുത്തായ മലനിരകളും കൊടുങ്കാട് മൂടിയ പ്രദേശവുമായതുകൊണ്ട് കുങ്കിയാനകളെ അവിടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ മയക്കുവെടി വെക്കുക എന്ന സാധ്യത എത്രമാത്രം ഇന്ന് പ്രായോഗികമാണെന്ന് ഈ ഘട്ടത്തിൽ ദൗത്യസംഘത്തിന് ഉറപ്പു പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇവിടെ പോസിറ്റീവ് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം, ഈ കടുവയുടെ സഞ്ചാരപഥം അത് കൃത്യമായി മനസ്സിലാക്കിയതോടെ ആ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ക്യാമറകളും കൂടും സ്ഥാപിക്കാനുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ മദാരിക്കുണ്ട് ഭാഗത്ത് കൂടും ലൈവ് ക്യാമറയും ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇന്നലെ കടുവയെ കണ്ട മേഖല. അപ്പോൾ ഇതിൽ ഈ കടുവയെ പിടികൂടാൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു മാർഗം കൂട് സ്ഥാപിച്ചുകൊണ്ടുള്ള ഇരയെ കെട്ടിയിട്ടുള്ള നടപടിക്കാണ്, അല്ലെങ്കിൽ ആ വഴിക്കാണ്. അപ്പോൾ ആ തരത്തിലുള്ള നടപടികളുമായിട്ടാണ് വനംവകുപ്പ് മുന്നോട്ട് നീങ്ങുന്നത്. ദൗത്യസംഘം ഇപ്പോൾ ഈ ഇരുട്ട് വീണു തുടങ്ങിയ സാഹചര്യത്തിൽ എത്ര നേരം ഈ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകാൻ അവിടെ സാധിക്കുമെന്ന് പറയാനാകില്ല. ഭൂപ്രകൃതിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലാവസ്ഥയും ഒക്കെ വൈകുന്നേരത്തെ ദൗത്യസംഘത്തിന് നേരിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സമാവുന്നുണ്ട്. എന്നിരുന്നാലും കടുവയുടെ സഞ്ചാരപഥം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുവച്ചുള്ള പ്രവൃത്തികൾക്ക് സഹായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കാളികാവ്, കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല, മഞ്ഞൾപ്പാറ, മദാരിക്കുണ്ട്, സുൽത്താന എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ്, പാറശ്ശേരി, അടയ്ക്കാക്കുണ്ട്, 70 ഏക്കർ, 50 ഏക്കർ, പാന്ത്ര എന്നീയിടങ്ങളിൽ കടുവയുടെ സഞ്ചാരപഥം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഇവിടെയുള്ള ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു നിർദ്ദേശവും മുന്നറിയിപ്പും വനം വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ശരി, ഏതായാലും കൂടുതൽ ഇടങ്ങളിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെടുകയാണ്. അവിടങ്ങളിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ദൗത്യം വളരെ ദുഷ്കരമാണ് എന്നാണ് അനുമോദ് സൂചിപ്പിക്കുന്നത്.